അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ റസൂലിക സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹി അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المهتدون صدق الله العظيم. ഏറ്റവും ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, സയ്യിദന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ, റേഡിയോ വഴി ക്ലാസ് റൂമിനെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന മാന്യ റേഡിയോ ശ്രോതാക്കളെ, ബാബു റയ്യാൻ സാധാരണത്തേതിൽ നിന്ന് അല്പം വൈകിയാണെങ്കിലും നമുക്ക് തുടങ്ങാൻ സാധിച്ചു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. വിശുദ്ധ റമദാനിൽ സമസ്ത കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ വലിയ ഒരു സമ്മാനമാണ് നമ്മുടെ ശ്രോതാക്കൾക്ക് ബാബു റയ്യാനിലൂടെ മഹാന്മാരായ പണ്ഡിതന്മാർ സാധാരണ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് വിനീതനായ ഞാൻ ക്ഷമയെ സംബന്ധിച്ച ചില വിലപ്പെട്ട കാര്യങ്ങൾ മിക്കവാറും ആളുകൾക്കൊക്കെ അറിയുന്നതാണെങ്കിലും ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലക്ക് ആരെങ്കിലും ഈ കാര്യങ്ങളെ നേരത്തെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അവർക്കൊരു പുതിയ അറിവ് എന്ന നിലക്കും നിങ്ങളുടെ മുമ്പിൽ വെക്കാനാണ് ആഗ്രഹിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പറയാൻ എനിക്കും കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ കൊണ്ടുവരാൻ നമുക്കൊക്കെയും രാജാതിരാജനായ റബ്ബുൽ ഇസ്സത്തായ തമ്പുരാൻ തൗഫീഖ് നൽകി തുണക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയിലെ 155 മുതൽ 57 കൂടി ആയത്തുകളാണ് ഞാനിവിടെ ഓതിക്കേൾപ്പിച്ചത്. ആ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമയുടെ ചില ഇനങ്ങളെയും മൊത്തത്തിൽ ക്ഷമയ്ക്കുള്ള പ്രതിഫലവുമാണ് വിശദീകരിക്കുന്നത്. ക്ഷമ എന്നുള്ളത് അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചവരുടെ മുഴുവനും മുഖമുദ്രയായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അള്ളാഹുവിന്റെ അമ്പിയാക്കൾ, സുദ്ദീഖീങ്ങൾ, സാലിഹീങ്ങൾ, അള്ളാഹുവിന്റെ ആരിഫീങ്ങളായ ഔലിയാക്കൾ, ഇവരെല്ലാം ക്ഷമയിലൂടെയാണ് അള്ളാഹുവിലേക്ക് അടുത്തത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ക്ഷമയെ പണ്ഡിതന്മാർ 3 ഇനമായി തിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തേത് അസ്സബ്റു അല ത്വാഅ, അള്ളാഹുവിനുള്ള ത്വാഅത്തിന്റെ മേൽ, ഇബാദത്തിന്റെ മേൽ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിന്റെ മേൽ ക്ഷമിക്കുക. അള്ളാഹുവിനെ അനുസരിക്കാൻ വേണ്ടി ഒരു മനുഷ്യൻ തയ്യാറെടുക്കുമ്പോൾ അവൻ അതിന് പല വിലങ്ങുതടികളും ഉണ്ടാകും. ആ വിലങ്ങുതടികളൊക്കെ ക്ഷമാപൂർവം കൈകാര്യം ചെയ്തുകൊണ്ട് എന്തൊക്കെ പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും ആ പ്രതിബന്ധങ്ങളൊക്കെ തട്ടിമാറ്റി
അള്ളാഹുവിന്റെ ഇബാദത്തുമായി മുന്നോട്ട് നീങ്ങുക. അതാണ് അസ്സബ്റു അല ത്വാഅ, അള്ളാഹുവിനുള്ള ത്വാഅത്തിന്റെ മേൽ, വഴിപ്പാടിന്റെ മേൽ ക്ഷമിക്കുക എന്നുള്ളത്. രണ്ടാമത്തെ ഇനം പണ്ഡിതന്മാർ വിശദീകരിച്ചത് അസ്സബ്റു അലൽ മാസിയ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് വിരുദ്ധം പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ക്ഷമിക്കുക. മനുഷ്യന്റെ മനസ്സ് പലപ്പോഴും അവനെ പ്രേരിപ്പിക്കുക അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനാണ്. മനുഷ്യന്റെ ഇഷ്ടം പലപ്പോഴും സൃഷ്ടാവിന്റെ ഇഷ്ടത്തിന് വിലങ്ങായിരിക്കുകയാണ് പതിവ്. സൃഷ്ടാവിന്റെ ഇഷ്ടവും മനുഷ്യന്റെ ഇഷ്ടവും എവിടെ യോജിച്ചു വരുന്നുവോ അവിടെയാണ് മനുഷ്യന്റെ വിജയം സാധ്യമാവുക. സൃഷ്ടാവിന്റെ ഇഷ്ടത്തിന് മനുഷ്യന്റെ ഇഷ്ടം തടസ്സമാകുമ്പോൾ മനുഷ്യന്റെ ഇഷ്ടത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് സൃഷ്ടാവിന്റെ ഇഷ്ടത്തിന് മുൻതൂക്കം നൽകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അസ്സബ്റു അലൽ മാസിയ, അള്ളാഹുവിന്റെ കൽപ്പനക്ക് എതിരു പ്രവർത്തിക്കുന്നതിന് തൊട്ട് ക്ഷമിക്കുക. ക്ഷമ എന്നതിന്റെ ഡെഫിനിഷൻ തന്നെ, അതിന്റെ നിർവചനം തന്നെ ഇംസാക്കുൻ നഫ്സി അമ്മാ യക്റഹു എന്നാണ്. ഇംസാക്കുൻ നഫ്സ്, മനുഷ്യന്റെ മനസ്സ് ഏതൊരു കാര്യത്തെ ആഗ്രഹിക്കുന്നുവോ ആ കാര്യത്തോട് അടുക്കാതെ മനസ്സിനെ പിടിച്ചു വെക്കുക. ചിലപ്പോൾ അത് മനുഷ്യൻ ഇഷ്ടപ്പെടുന്ന കാര്യമായിരിക്കും. ആ ഇഷ്ടപ്പെടുന്ന കാര്യത്തെ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി മാറ്റിവെക്കുക എന്നുള്ളതാണ് ശർഈയായിട്ട് അതിനെ നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുക. ആ ഭാഗത്തേക്ക് പിന്നീട് വരാം. ഇവിടെ നമ്മൾ ക്ഷമയുടെ ഇനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് അസ്സബ്റു അല ത്വാഅ, രണ്ട് അസ്സബ്റു അലൽ മാസിയ, മൂന്നാമത്തത് അസ്സബ്റു അലൽ മുസീബ, അവന് അനുഭവിക്കേണ്ടി വരുന്ന കാലക്കെടുതികളുടെ മേൽ, അവന്റെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷണങ്ങളുടെ മേൽ, അവൻ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളുടെ മേലൊക്കെ ക്ഷമിക്കുക. ഇങ്ങനെ ഒന്ന് ആരാധനയുടെ മേൽ ക്ഷമിക്കുക, രണ്ട് ദോഷം പ്രവർത്തിക്കുന്നതിനെ തൊട്ട് ക്ഷമിക്കുക, മൂന്ന് ജീവിതത്തിലുണ്ടാകുന്ന വിഷമതകൾ തരണം ചെയ്യാനുള്ള ക്ഷമ. ഇങ്ങനെ ക്ഷമയെ പണ്ഡിതന്മാർ മൂന്നായി തരംതിരിച്ചിട്ടുണ്ട്. ഈ മൂന്ന് തരത്തിലുള്ള ക്ഷമയും ഉൾക്കൊണ്ടുകൊണ്ട് അത് മൂന്നും ജീവിതത്തിൽ പ്രായോഗികവൽക്കരിച്ചവർ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്ന് ചരിത്രം വായിക്കുമ്പോൾ, മനുഷ്യന്റെ ചരിത്രം പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, വലനബ്ലുവന്നകും നിശ്ചയം നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും, ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ്, ഭയവും വിശപ്പും ഒക്കെ അല്പാൽപം നിങ്ങൾക്ക് നൽകിക്കൊണ്ട്, ഭയത്തിൽ നിന്ന് അല്പം നൽകിക്കൊണ്ട്, വിശപ്പിൽ നിന്ന് ഒരു ഭാഗം നൽകിക്കൊണ്ട്, വനഖ്സിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, സമ്പത്ത്, ശരീരങ്ങൾ, അവന്റെ മറ്റു ജീവിതത്തിന്റെ ഫലങ്ങൾ മുഴുവനും അതിൽ നിന്നൊക്കെ കുറച്ചുകൊണ്ട് നിശ്ചയം നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിരി സ്വാബിരീൻ, അങ്ങനെ പരീക്ഷിക്കുന്ന സമയത്ത് ക്ഷമാപൂർവം ആ പരീക്ഷണത്തെ നേരിടുന്നവൻ ആരുണ്ടോ അവരെ നിങ്ങൾ സന്തോഷമറിയിക്കുക. അല്ലദീന ഇദാ അസ്വാബത്തുഹും മുസീബ, ആരാണ് ആ സന്തോഷമറിയിക്കേണ്ടവർ, ക്ഷമിക്കുന്നവർ എന്ന് പറഞ്ഞത്? ഇദാ അസ്വാബത്തുഹും മുസീബ, അവർക്കെന്തെങ്കിലും ഒരു വിപത്ത് വന്നുപെട്ടാൽ,
ഖാലൂ അവർ മനസ്സറിഞ്ഞു പറയുന്നതാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളെല്ലാം അല്ലാഹുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ്, ഞങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ അധീനതയിലുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു തീരുമാനവും എടുക്കാൻ സാധിക്കില്ല, ഞങ്ങളുടെ ഒരു കാര്യവും നിശ്ചയിക്കുന്നത് ഞങ്ങളല്ല. ഇന്നാ ലില്ലാഹ്, ഞങ്ങളെല്ലാം അല്ലാഹുവിന്റേതാകുന്നു. അവനെപ്പോൾ തിരിച്ചു വിളിക്കുന്നുവോ അപ്പോൾ പോകാനുള്ളവരാണ് ഞങ്ങൾ. അവനെപ്പോൾ മടക്കി വിളിക്കുന്നുവോ ഉടനടി അതിനു മറുപടി നൽകാൻ ബാധ്യസ്ഥരാണ് ഞങ്ങൾ. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിന്റെ ഉടമയിലുള്ളവരാണ്. വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവന്റെ അടുക്കലേക്ക് തന്നെ ഞങ്ങൾ തിരിച്ചു പോകേണ്ടവരുമാണെന്ന് മനസ്സറിഞ്ഞു പറയുന്ന വിഭാഗം, അവരെ നിങ്ങൾ സന്തോഷമറിയിക്കണേ. ഉലൈക അലൈഹിം സ്വലവാത്തുൻ, എല്ലാ തരത്തിലുള്ള പ്രാർത്ഥനകളും അവർക്കാണുള്ളത്, എല്ലാ തരത്തിലുള്ള ഗുണങ്ങളും അവർക്കാണുള്ളത്. മിർ റബ്ബിഹിം, അവരുടെ നാഥന്റെ പക്കൽ നിന്നും. വറഹ്മത്തുൻ, അവന്റെ കാരുണ്യവും അവർക്കാണുള്ളതെന്നവരെ സന്തോഷമറിയിക്കണേ. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് സന്മാർഗം സിദ്ധിച്ചവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നവർ, അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള യഥാർത്ഥമായ പാത കാണാൻ കഴിഞ്ഞവർ, ആ പാതയിൽ പ്രവേശിച്ചവർ അവർ മാത്രമാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുകയാണ്. ക്ഷമാശീലരായ ആളുകളെ, ആപത്തുകളുടെ മേലിൽ ക്ഷമിക്കുന്നവരെ, ഇബാദത്തിന് വേണ്ടി പ്രയാസങ്ങൾ നേരിടേണ്ടി വരുമ്പോ അത് ക്ഷമിക്കുന്നവരെ, ദോഷങ്ങൾ പ്രവർത്തിക്കാനുള്ള സാഹചര്യമുണ്ടാകുമ്പോൾ ക്ഷമാപൂർവം അതൊക്കെ അതിൽ നിന്ന് തെന്നിമാറിക്കൊണ്ട് ആ ദോഷം പ്രവർത്തിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് ക്ഷമ കൈക്കൊണ്ടുകൊണ്ട് അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നവർ, അവർക്കൊക്കെ അല്ലാഹുവിന്റെ സ്വലവാത്തുണ്ട്. പലതരത്തിലുള്ള ഗുണങ്ങളും അല്ലാഹു തആല അവർക്ക് നൽകും. അതോടൊപ്പം അല്ലാഹുവിന്റെ കാരുണ്യവും അവർക്ക് നൽകും. മാത്രമല്ല, അവർ മാത്രമാണ് അല്ലാഹുവിന്റെ യഥാർത്ഥത്തിലുള്ള പാതയിലേക്ക് ചെന്നു ചേരാൻ സാധിച്ചവരെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുകയാണ്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വഉലൈക ഹുമുൽ മുഹ്തദൂൻ. ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവർക്കുള്ള ഒരുപാട് തരത്തിലുള്ള പ്രതിഫലത്തെ വിശദീകരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഇഷ്ടപ്പെട്ട അടിമകളെ പരീക്ഷിക്കുമെന്നും, യഥാർത്ഥത്തിൽ അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണോ അതല്ല കേവലം പുറംപൂച്ച് മാത്രമേ അവരുടെ ഈ ഇബാദത്തുകളിലൊക്കെ ഉള്ളൂ എന്ന് തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന അടിമകളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തഅക്കീദോടുകൂടി സംശയത്തിനിടയില്ലാത്ത വിധം നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വലനബലുവന്നക്കും, അല്ലാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്നവരെ അവൻ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ലിയതബയ്യന സ്വാദിഖു മിനൽ കാദിബി, സത്യവാനെ കള്ളന്മാരിൽ നിന്ന് വ്യക്തമാക്കി തിരിച്ചറിയാൻ വേണ്ടി, വേർതിരിച്ചെടുക്കാൻ വേണ്ടി. അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നവൻ അല്ലാഹു എത്ര പരീക്ഷിച്ചാലും അതിൽ നിന്ന്, അല്ലാഹുവിന്റെ ഇബാദത്തിൽ നിന്ന്, അല്ലാഹുവിലേക്ക് അടുക്കുന്ന പാതയിൽ നിന്നൊരിക്കലും അവർ പരീക്ഷണത്തിന്റെ പേരിൽ, പരീക്ഷണം സഹിക്കേണ്ടി വന്നതിന്റെ പേരിൽ, പരീക്ഷണം ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ പേരിൽ അതിൽ നിന്നൊരിക്കലും അവർ മാറിപ്പോവുകയില്ല. അവർ അല്ലാഹുവിനെ സ്നേഹിക്കുന്നവരാണെങ്കിൽ ആ സ്നേഹം യാഥാർത്ഥ്യമാണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുക തന്നെ ചെയ്യും. വൽ ജാസിഅ മിനസ് സാബിരി, ആരാണ് പരീക്ഷണത്തിൽ സഹനത്തോടെ അതിനെ കൈകാര്യം ചെയ്യുന്നത്, ആരാണ് അവിടെ പൊറുതികേട് കാണിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. വഹാദിഹി സുന്നതുഹു തആല ഫി ഇബാദിഹി, ഇതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ
അടിമകളിൽ നടപ്പിൽ വരുത്തുന്ന ചര്യ എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ അതിനെ വിശദീകരിക്കുകയാണ്. മറ്റൊരിടത്ത് സൂറത്ത് മുഹമ്മദിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വലനബ്ലുവന്നകും ഹത്താ നഅലമൽ മുജാഹിദീന മിൻകും വസ്വാബിരീൻ. നിങ്ങളിൽ ആരാണ് യഥാർത്ഥത്തിൽ ജിഹാദ് നടത്തുന്നവർ, ആരാണ് പ്രയാസങ്ങളുടെ ഘട്ടങ്ങളിൽ, ജിഹാദിന്റെ ഘട്ടങ്ങളിൽ പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവർ എന്ന് തിരിച്ചറിയാൻ വേണ്ടി നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റൊരിടത്ത് പറയുന്നു. അപ്പൊ ചില സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല സന്തോഷങ്ങൾ നൽകിയിട്ടായിരിക്കും പരീക്ഷിക്കുക, മറ്റു ചില സന്ദർഭത്തിൽ പ്രയാസങ്ങൾ നൽകിയിട്ടായിരിക്കും പരീക്ഷിക്കുക. അതിൽപ്പെട്ടതാണ് ചില പേടിപ്പെടുത്തുന്ന രംഗങ്ങൾ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് നമുക്കതിനോട് ചേർത്ത് വായിക്കാം. മൻ അസ്ബഹ മിൻകും മുആഫൻ ഫീ ജസദിഹി ആമിനൻ ഫീ സുർബിഹി വഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹുയ്യിസത് ലഹു ദുനിയ ബിഹദാഫീരിഹാ. ആർക്കെങ്കിലും അവൻ കാലത്ത് എഴുന്നേൽക്കുന്ന സമയത്ത് അവന്റെ ശരീരത്തിന് ആഫിയത്തുണ്ടെങ്കിൽ, ആരോഗ്യമുള്ള ശരീരമുണ്ട്, അതോടൊപ്പം ശത്രുവിനെ തൊട്ട് അവൻ നിർഭയനാണ്, അവന് ശത്രുവിനെ പേടിക്കേണ്ട ഒരവസ്ഥയില്ല, അതോടൊപ്പം അന്ന് കഴിയാനുള്ള ഭക്ഷണം അവന്റെ അടുക്കലുണ്ട്, അന്നേക്കാവശ്യമായ ഭക്ഷണം അവന്റെ അടുക്കലുണ്ട്. എന്നാൽ ദുന്യാവ് മുഴുവനും അവന്റെ മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനായി നൽകിയതുപോലെയാണ്, ദുന്യാവ് മുഴുവനും സ്വന്തമാക്കിയവനെ പോലെയാണവൻ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇത് ശത്രുവിനെ തൊട്ടുള്ള ഒരു നിർഭയാവസ്ഥയെക്കുറിച്ചാണ് ഇതിൽ ഒരു കാര്യം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ഇവിടെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള ബർമ്മയിലെ റോഹിംഗ്യൻ മുസ്ലിങ്ങളെക്കുറിച്ച് ചെറിയ തരത്തിൽ ഒരു വിചാരം നടത്താം. സത്യത്തിൽ അവർക്ക് രാത്രികളിൽ കിടന്നുറങ്ങാനിടമില്ല. ഉണ്ടെങ്കിൽ തന്നെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ അവരുണ്ടാകുമോ എന്ന് അവർക്ക് നിശ്ചയമില്ല. അവരുടെ കുഞ്ഞുങ്ങൾ നേരം പുലരുമോ എന്ന് ഉമ്മമാർക്കറിയില്ല. കുഞ്ഞുങ്ങൾക്ക് മുലയൂട്ടാൻ ഉമ്മമാരുണ്ടാകുമോ എന്നവർക്കറിയില്ല. നാളെ തന്റെ പിതാവിനെ കാണാൻ സാധിക്കുമോ എന്നൊരു കുട്ടിക്ക് നിശ്ചയമില്ല. തന്റെ കുഞ്ഞിനെ കാലത്ത് കാണാൻ സാധിക്കുമോ എന്നൊരു പിതാവിന് ഉറപ്പില്ല. അങ്ങനെയുള്ള വളരെ ഭയചകിതമായ അവസ്ഥയിൽ കഴിയുന്ന ഒരു വിഭാഗം നമ്മുടെ അയൽപ്രദേശത്ത് അവർ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ആമിനം ഫീ സുർബിഹി എന്നുള്ള ആ ഒരു വശം, ആ ഹദീസിലെ ആ ഭാഗം സത്യത്തിൽ കുറച്ചു കാലമായി ആ വിഭാഗത്തിന് അല്ലാഹു തആല നൽകിയിട്ടില്ല. അതവർക്ക് നൽകിയിട്ടില്ല എന്നതിന്റെ കൂടെ നാം ചേർത്ത് വായിക്കേണ്ടത്, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് കനിഞ്ഞ് നൽകിയിരിക്കുന്നു. അതിന് അല്ലാഹുവിനോട് ഒരുപാട് നന്ദി ചെയ്യാൻ കടപ്പെട്ടവരാണ് നമ്മൾ. കാരണം പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ദുന്യാവ് മുഴുവനും നിനക്ക് സ്വന്തമായി ലഭിച്ചവനെ പോലെയാണ് നീ എന്നാണ്. കേരളത്തിലെ മുസ്ലിങ്ങൾ ദുന്യാവ് മുഴുവനും സ്വന്തമാക്കിയവർക്ക് തുല്യമാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷ്യപ്പെടുത്തിയതാണ്. നമുക്ക് ശത്രുവിനെ പേടിക്കാനില്ല. കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഗൾഫ് എന്ന വലിയ ഒരു കവാടം അവർക്ക് മുമ്പിൽ കുറെ നാളു മുമ്പേ തുറക്കപ്പെട്ടതുകൊണ്ട് അവർക്ക് അന്നത്തിന് വിഷമിക്കേണ്ട അവസ്ഥയില്ല. അതുപോലെ തന്നെ ആരോഗ്യപരമായി അവരാലുണ്ടാക്കിയ പ്രശ്നങ്ങളല്ലാതെ മറ്റു മാരകങ്ങളായ രോഗങ്ങളോ കടുത്ത പരീക്ഷണങ്ങളോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നായിട്ട് നമുക്ക് നൽകിയിട്ടില്ല. അതിന്റെ പേരിൽ ഈ മൂന്ന് വിശേഷണവും ഒരുമിച്ച് കൂട്ടപ്പെട്ട വിഭാഗം എന്ന പേരിൽ അല്ലാഹുവിന് ഒരുപാട് ശുക്ർ ചെയ്യാൻ കടപ്പെട്ടവരാണ് നമ്മൾ. അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ
അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ വനഊദു ബില്ലാഹി മിൻ ശർരി ഹാലി അഹ്ലിന്നാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കവൻ തന്ന നിഅമത്തിനെ നിലനിർത്തി തരുമാറാകട്ടെ. അല്ലാഹു നൽകിയ നിഅമത്ത് പെട്ടെന്ന് തിരിച്ചെടുക്കുന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമെന്ന് പറഞ്ഞത്, അല്ലാഹു സുബ്ഹാനഹു വ തആല നിർഭയത്വം നൽകുക എന്നുള്ള ആ ഒരവസ്ഥ എപ്പോഴും എടുത്തുമാറ്റിയേക്കാം. നമ്മൾ സമാധാനത്തോടെ ഇരിക്കുകയാണ്, അല്ലാഹു തആല നിലനിർത്തി തരട്ടെ സമാധാനം. പക്ഷെ അല്ലാഹു തആല പറയാണ്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി, നിങ്ങൾക്കും പേടിയുള്ള ഒരു സന്ദർഭം നാം തരിക തന്നെ ചെയ്യും. പേടി മുഴുവനും തരുമെന്നല്ല പറഞ്ഞിട്ടില്ല, ഖൗഫ് മുഴുവനായിട്ട് നിങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ഒരാൾക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുമായിരുന്നില്ല. ഭയം എന്നുള്ളതിനെ മുഴുവനായിട്ട് അല്ലാഹു തആല ഭൂമിയിലേക്ക് തന്നിരുന്നെങ്കിൽ ഇവിടെ ജീവനുള്ള ഒരു വസ്തുവും അവശേഷിക്കില്ലായിരുന്നു എന്ന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല പറഞ്ഞത് ബിശൈഇൻ മിനൽ ഖൗഫി, പേടിയിൽ നിന്ന് അല്പം നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ഇനി ഭയാനകമായ അവസ്ഥ ഇവിടെ സംജാതമാകാനുണ്ട്. അന്ത്യനാളിനോടടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അന്ത്യനാളിന്റെ കഠോരതയെക്കുറിച്ച്, ഭയാനകതയെക്കുറിച്ച്. അന്ന് ഗർഭിണികളായ പെണ്ണുങ്ങൾ അവരുടെ ഗർഭത്തിന്റെ പ്രായമെത്തുന്നതിന്റെ മുമ്പേ പ്രസവിച്ചു പോകും. മുലയൂട്ടുന്ന പെണ്ണുങ്ങൾ, ഒരു ഉമ്മാക്ക് ഏറ്റവും തന്റെ കുട്ടിയോട് സ്നേഹമുണ്ടാകുന്ന സന്ദർഭം അതിനെ മുലയൂട്ടുന്ന സന്ദർഭമാണ്. അതുവരെ ദേഷ്യപ്പെട്ട് ഒരുപക്ഷെ കുട്ടിയെ അടിക്കുകയും ശിക്ഷിക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഉമ്മ, ആ കുട്ടി കരയുന്ന സന്ദർഭത്തിൽ അതിനെ വാരിയെടുത്തുകൊണ്ട് തന്റെ മാറോടണച്ചുകൊണ്ട് അതിന് മുലയൂട്ടുന്ന സന്ദർഭം, ആ കുഞ്ഞിനെ ഏറെ സ്നേഹിക്കുന്ന, ആ കുഞ്ഞിനെ ഏറെ വാത്സല്യത്തോടെ കാണുന്ന, തന്റെ മുഴുവൻ സ്നേഹവും പകർന്നു കൊടുക്കുന്ന സന്ദർഭമാണ്. ആ സന്ദർഭത്തിലുള്ള മുലയൂട്ടുന്ന പെണ്ണുപോലും തന്റെ കുഞ്ഞിനെ തൊട്ട് അശ്രദ്ധമാകുന്ന സന്ദർഭമാണ് അന്ത്യനാളിൽ വരാനിരിക്കുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ നമുക്ക് സാക്ഷ്യപ്പെടുത്തി തരികയാണ്. അതൊരു പേടിയുടെ ഭയാനകമായ അവസ്ഥയാണ്, അതിന്റെ ഏറ്റവും ഉച്ചിയിലുള്ള അവസ്ഥ. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന്റെ മുമ്പ് തന്നെ പേടിയുടെ പല സന്ദർഭങ്ങളും നിങ്ങൾക്ക് നൽകുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് അമ്ന്, നിർഭയത്വം എന്നുള്ള അല്ലാഹു നൽകിയ മഹത്തായ അനുഗ്രഹം, അതിന് നന്ദി കാണിക്കുക, അതിന്റെ വില നാം മനസ്സിലാക്കുക. അതിന്റെ വില മനസ്സിലാക്കേണ്ടത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഉയർത്തിക്കളഞ്ഞ ഒരു വിഭാഗം നമ്മുടെ അയൽപ്പക്കത്ത് ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകലിലൂടെയാണ്. അതും നാം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ ശത്രുക്കളിൽ നിന്ന് അമ്ന നൽകുമാറാകട്ടെ എന്ന് സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ നിഅമത്തിന്റെ മഹത്വം മനസ്സിലാക്കാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭയത്തിൽ നിന്നുള്ള ഏതാനും ചില വശങ്ങൾ, ചെറിയ ചെറിയ പേടികൾ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറയുന്നു. വൽജൂഇ, അതുപോലെ തന്നെ വിശപ്പിൽ നിന്ന് അല്പം നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. വിശപ്പിൽ നിന്ന് അല്പം, മുഴുവനായ വിശപ്പ് നൽകുമെന്നല്ല, കാലാകാലം നിങ്ങളെ വിശപ്പിച്ചുകൊണ്ട്, പട്ടിണിക്കിട്ടുകൊണ്ട് നിങ്ങളെ പീഡിപ്പിക്കുമെന്നല്ല അല്ലാഹു തആല പറയുന്നത്. ബിശൈഇൻ മിനൽ ഖൗഫി വശൈഇൻ മിനൽ ജൂഇ, വിശപ്പിൽ നിന്നുള്ള ചെറിയ അംശം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ തരത്തിലും വലിയ അനുഗ്രഹം നൽകിയ വിഭാഗമാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസിൽ, ഇൻദഹു ഖൂതു യൗമിഹി, നമ്മൾ ഓരോരുത്തരും, നമ്മുടെ വീട്ടിലുള്ള ഓരോരുത്തരും എഴുന്നേൽക്കുമ്പോ അന്നേക്കുള്ളതും പിന്നേക്കുള്ളതും ഒക്കെ നമ്മൾ സൂക്ഷിച്ച അവസ്ഥയിലാണുള്ളത്. അന്നേക്ക് മാത്രമല്ല, പിന്നെ ഒരുപാട് നാളത്തേക്കുള്ള ആഹാര പദാർത്ഥങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരും ഓരോ ദിവസവും പ്രഭാതത്തിൽ പ്രവേശിക്കുന്നത് എന്നുള്ള ഓർമ്മ ഇവിടെ പുതുക്കാൻ കൂടിയാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അങ്ങനെയും ഒരു അനുഗ്രഹം നമുക്ക് നിലനിർത്തി തന്നിരിക്കുന്നു. അള്ളാഹു അത് നിലനിർത്തി തരുമാറാകട്ടെ. പെട്ടെന്ന് ആ അനുഗ്രഹത്തെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്ന ആ റിസ്ഖിലുള്ള വിശാലതയെ പെട്ടെന്ന് ഉയർത്തിക്കളയുന്ന അവസ്ഥയെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആ റിസ്ഖിലുള്ള വിശാലതയെ ഉയർത്തിക്കളയുന്ന ഘട്ടത്തെയാണ് വശൈഇൻ മിനൽ ജൂഇ, വിശപ്പിൽ നിന്ന് ഒരു ഭാഗം നൽകിക്കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കുമെന്ന് പറയുന്നത്. സോമാലിയയിലെയും നൈജീരിയയിലെയും പാവപ്പെട്ട മുസ്ലിം സഹോദരന്മാർ നോമ്പുകാലത്ത് പോലും പകൽ മുഴുവനും പട്ടിണി കിടന്നിട്ട് വൈകുന്നേരം നോമ്പു തുറക്കാൻ എന്തെങ്കിലും കുറച്ചാഹാരത്തിനു വേണ്ടി കെഞ്ചുന്ന അവസ്ഥ മീഡിയകളിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. യാഥാർത്ഥ്യമായാലും അല്ലെങ്കിലും ഈ അടുത്തൊരു വീഡിയോ ക്ലിപ്പ് കാണാൻ ഇടയായി. നിങ്ങളും പലരും അത് കണ്ടിട്ടുണ്ടായിരിക്കും. സൗദിയിലെ ഒരു പണ്ഡിതനോട് ആഫ്രിക്കൻ രാജ്യത്തിൽ നിന്നുള്ള ഒരാളുടെ ചോദ്യമാണ്, ഞങ്ങൾ നോമ്പു തുറക്കാൻ ഭക്ഷണമൊന്നും കഴിക്കാതെ അത്താഴത്തിനുമൊന്നും കഴിക്കാതെ അവൻ തുടരെ നോമ്പു നോറ്റാൽ അവന്റെ നോമ്പ് സാധുവാകുമോ എന്നായിരുന്നു ചോദ്യം. ആ ചോദ്യം കേട്ട ഉടനെ ആ പണ്ഡിതൻ ടിവിക്ക് മുമ്പിലിരുന്ന് കരയുന്നത്, വീഡിയോക്ക് മുമ്പിലിരുന്ന് പൊട്ടിപ്പൊട്ടി കരയുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കുകയാണ് ആ വിഭാഗത്തെ. നോമ്പ് തുറക്കാൻ ആഹാരമില്ല, അത്താഴത്തിന് ആഹാരമില്ല, അങ്ങനെ ഞങ്ങൾ നോമ്പെടുത്താൽ സാധുവാകുമോ എന്ന് ചോദിക്കുമ്പോൾ അള്ളാഹുവിന്റെ റിസ്ഖ് എന്ന വലിയ അനുഗ്രഹം ആവോളം ആസ്വദിച്ചിട്ട് അതിനെ അനാവശ്യമായി തന്റെ മുമ്പിൽ കൂനകളായി കൂട്ടിവെച്ചിട്ട് അതിൽ നിന്നൊരംശം മാത്രം തിന്നുകയും ബാക്കിയൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന സമൂഹത്തിലെ വലിയൊരു വിഭാഗം ആ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ഇവിടെ ചിന്തിക്കേണ്ടത്. നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കുക. നോമ്പ് തുറക്കുമ്പോ നമ്മൾ കഴിക്കുന്ന ആഹാരം അത് ആവശ്യത്തിൽ കൂടുതലാണോ? നമ്മൾ തയ്യാർ ചെയ്യുന്ന ആഹാരം ആവശ്യത്തിൽ കൂടുതലാണോ? ആ ആവശ്യത്തിൽ കൂടുതലുള്ളത് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ലോകത്ത് അള്ളാഹു നമ്മളെപ്പോലെ തന്നെ പടച്ച, നമ്മളെപ്പോലുള്ള എല്ലാ വിശേഷണങ്ങളും നൽകിയ, നമ്മളെക്കാൾ ഒരുപക്ഷെ അള്ളാഹുവിലേക്ക് അടുക്കാൻ വേണ്ടി ഇബാദത്തുകൾ ചെയ്യുന്ന ഒരു വിഭാഗത്തിന് അല്ലാഹു തആല കൊടുക്കാത്ത അനുഗ്രഹം നമുക്ക് തന്നിട്ട് ആ അനുഗ്രഹത്തിന്റെ വില നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നും കൂടെ ഈ സമയത്ത് എന്നെ ഓർമ്മപ്പെടുത്താനും നിങ്ങളുമായത് പങ്കുവെക്കാനും ഞാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അവന്റെ അനുഗ്രഹത്തിന്റെ വില മനസ്സിലാക്കി ശുക്ർ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോ നമുക്ക് അല്ലാഹു തആല അനുഗ്രഹം നൽകിയിട്ടുണ്ട്. ഒരുപക്ഷേ അതിന്റെ പേരിൽ തന്നെയാകാം നമുക്ക് ഈ ആയത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് വേണ്ട പോലെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. വശൈഇൻ മിനൽ ഖൗഫ് ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ, ഭയത്താലും വിശപ്പാലുമുള്ള ചെറിയ അംശങ്ങൾ നൽകിയിട്ട് നിങ്ങളെ പരീക്ഷിക്കും. നമ്മൾ വിശക്കുന്നില്ല, നമ്മൾ ഒരിക്കലും പേടിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ വലിയ അനുഗ്രഹം അംന്, റിസ്ഖ്, വസ്അത്തുർ റിസ്ഖ്, ഈ രണ്ട് അനുഗ്രഹങ്ങളുടെ വില പലപ്പോഴും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് സംശയിച്ചു പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട പോലെ കാര്യങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് മുന്നോട്ടു പോകാനും നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി വനഖ്സിം മിനൽ അംവാലി, മുതലുകളെ ചുരുക്കിക്കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിക്കും. നിങ്ങൾക്ക് അല്ലാഹു തആല നൽകിയ സമ്പത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിൽ നിന്ന് ചുരുക്കും എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അതിൽ നാശനഷ്ടങ്ങൾ വരുത്തും. നിങ്ങളുടെ കച്ചവടങ്ങളിൽ നഷ്ടം, നിങ്ങളുടെ കൃഷികളിൽ നഷ്ടം, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുണ്ടായി നിങ്ങളുടെ സമ്പത്ത് മൊത്തമായി നശിച്ചു പോവുക, അല്ലെങ്കിൽ ഭാഗികമായി നശിച്ചു പോവുക, അല്ലെങ്കിൽ കച്ചവടങ്ങളിലോ കൃഷികളിലോ സാധാരണയുണ്ടാകുന്ന നഷ്ടങ്ങൾ സംഭവിക്കുക, അങ്ങനെയൊക്കെയാകാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ രീതിയിലൊക്കെ പരീക്ഷിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതൊന്നും അനുഭവിക്കാതെ ജീവിക്കുമ്പോ അല്ലാഹുവിന്റെ ഈ ഓർഡർ നമ്മൾ മറക്കാതിരിക്കുക. നമ്മളെയും പരീക്ഷിക്കും റബ്ബ്, നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പേടി എന്നുകൊണ്ട് പരീക്ഷിക്കുന്ന ഒരു രംഗം വരും ജീവിതത്തിൽ.
നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പ് കൊണ്ട് പരീക്ഷിക്കുന്ന ഒരു രംഗം വരും ജീവിതത്തിൽ. നമ്മളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന സമ്പത്തിനെ കുറച്ചു കാണിച്ചുകൊണ്ടുള്ള ഒരു രംഗം നമുക്കും അല്ലാഹു തആല ജീവിതത്തിൽ വരുത്തും. വല്ലംഫുസി, ശരീരങ്ങളെ ചുരുക്കി കാണിച്ചുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ടവർ മരണപ്പെട്ടുകൊണ്ട്, നമ്മുടെ പൊന്നോമന മക്കൾ അവർ മരിച്ചുകൊണ്ട്, നമ്മുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി അല്ലെങ്കിൽ പ്രിയപ്പെട്ട ഭർത്താവ്, പ്രിയപ്പെട്ട മാതാപിതാക്കൾ ഇവരെയൊക്കെ മരിപ്പിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പരീക്ഷിക്കും. വസമറാത്തി, ജീവിതത്തിന്റെ മറ്റു ഫലങ്ങൾ, അതിന് കൃഷിയിനങ്ങൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ എന്നൊക്കെ വിശദീകരണം നൽകിയിട്ടുണ്ട്. സമറാത്തി എന്നതിന് അവന്റെ മക്കളാണ് എന്നും വിശദീകരണങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്, തഫ്സീറുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഈ തരത്തിലൊക്കെയുള്ള അനുഗ്രഹങ്ങളെ തിരിച്ചെടുത്തുകൊണ്ട് അതിന് നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. വബശ്ശിരി സ്വാബിരീൻ, പക്ഷേ പരീക്ഷണം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് നമ്മളോട് അവന് ദേഷ്യമുണ്ടായിട്ടല്ല, അല്ലാഹു തആല നമ്മളെ വെറുത്തതിന്റെ പേരിലല്ല പരീക്ഷിക്കുന്നത്. കാരണം തുടർന്ന് അല്ലാഹു തആല പറയുന്നത് വബശ്ശിരി സ്വാബിരീൻ, ഈ പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ അല്ലാഹു തആല നിങ്ങളെ പേടിപ്പെടുത്തിയപ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് വിശപ്പ് തന്നപ്പോ, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ സമ്പത്തിലും സമ്പാദ്യത്തിലും നിങ്ങളുടെ ശരീരങ്ങളിലുമൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തിയപ്പോ നിങ്ങൾ ക്ഷമിച്ചിട്ടുണ്ടോ എങ്കിൽ നിങ്ങൾ സന്തോഷിച്ചോളൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അതിൽ നിന്ന് മനസ്സിലാക്കാം അല്ലാഹു തആല ഈ പരീക്ഷണങ്ങളൊക്കെ നമുക്ക് നൽകിയത് നമ്മളോട് വെറുപ്പുണ്ടായതിന്റെ പേരിലല്ല. വബശ്ശിരി സ്വാബിരീൻ, ക്ഷമിക്കുന്നവരെ നിങ്ങൾ സന്തോഷമറിയിക്കുക. അല്ലദീന, ആരാണ് ക്ഷമിക്കുന്നവർ? ഇദാ അസ്വാബത്തുഹും മുസീബ, ഈ പറയപ്പെട്ട ഏതെങ്കിലും ഒരു വിപത്ത് അവർക്ക് വന്നുപെട്ടാൽ, ഖാലൂ, അവർ വിശ്വസിച്ചു പറയുന്നതാണ്, ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ അല്ലാഹുവിന്റേതാണ്, ഞങ്ങളൊക്കെ അല്ലാഹുവിന്റെ മിൽക്കാണ്, ഞങ്ങൾ അല്ലാഹുവിന്റെ ഉടമയിലുള്ളവരാണ്, അല്ലാഹുവാണ് ഞങ്ങളിൽ പരമാധികാരമുള്ളവൻ, അല്ലാഹുവിന്റെ കൽപ്പനയെ ഞങ്ങളിൽ നടപ്പാകൂ, അല്ലാഹു എന്താണോ തീരുമാനിക്കുന്നത് അത് അനുസരിക്കാനും അത് ഉൾക്കൊള്ളാനും കൽപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങൾ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി അത് പ്രഖ്യാപിക്കുന്ന ആളുകൾ, അവരെ നിങ്ങൾ സന്തോഷമറിയിക്കണേ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അവൻ വിളിക്കുമ്പോ, അവന്റെ ഓർഡർ വരുമ്പോ ആ ഓർഡറിനെ അനുസരിക്കാനുള്ളവരാണ് ഞങ്ങൾ, അവൻ തിരിച്ചു വിളിക്കുമ്പോ തിരിച്ചു പോകാനുള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് ഈ ചെറിയ നഷ്ടങ്ങളൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. ഞങ്ങളുടെ സമ്പത്തിലുണ്ടായ ഈ നഷ്ടം ഞങ്ങൾ കാര്യമാക്കുന്നില്ല. കാരണം ഞങ്ങളുടെ സമ്പത്ത് മുഴുവനും അല്ലാഹു തആല തന്നതാണ്. ഇത് മുഴുവനും അല്ലാഹു തആല തിരിച്ചെടുത്തിരുന്നെങ്കിലും ഞങ്ങൾക്കൊന്നും പറയാനോ ഒന്നും പ്രവർത്തിക്കാനോ അധികാരമില്ല. കാരണം ഇത് മുഴുവനും അല്ലാഹുവിന്റേതാണ്. ഞങ്ങളുടെ ഈ നിർഭയാവസ്ഥ, ഇതിൽ ഞങ്ങൾക്ക് അല്ലാഹു തആല ചെറിയ പേടി തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പത് ചെറിയ പേടി മാത്രമാണ്. ഇനി അല്ലാഹു തആല ഞങ്ങൾക്ക് ഒരിക്കലും ആശ്വാസമില്ലാത്ത പേടി അവന്റെ നരകം കൊണ്ട് തരാനുണ്ട്. അതിനെ തൊട്ടാണ് ഞങ്ങൾ അവനോട് കാവൽ ചോദിക്കുന്നത്. അതുകൊണ്ട് ഈ ചെറിയ പേടി ഞങ്ങൾക്ക്, അതിലൊരിക്കലും ഞങ്ങൾ പൊറുതികേട് കാണിക്കാൻ ഞങ്ങൾക്ക് പാടില്ല. കാരണം ഇതൊക്കെ അല്ലാഹുവിന്റേതാണ്, അവന്റെ തീരുമാനമാണ്. അവന്റെ തീരുമാനം അവൻ നടപ്പിൽ വരുത്തുന്നത് ആർക്കും ചോദ്യം ചെയ്യാൻ സാധിക്കില്ല. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ തന്നെ അവന്റെ അടുക്കലേക്ക് തിരിച്ചു പോകാനുള്ളവരാ. ഇപ്പൊ ഞങ്ങളുടെ ഉപ്പയെ മരിച്ചിട്ടുള്ളൂ, നാളെ ഞങ്ങൾ മരിക്കാനുള്ളവരാ. ഇന്നെന്റെ കുഞ്ഞിനെ അല്ലാഹു തആല തിരിച്ചു വിളിച്ചിട്ടുള്ളൂ, നാളെ ഞാനും എന്റെ ഭാര്യയും എന്റെ ബാക്കിയുള്ളവരുമൊക്കെ മരിക്കാനുള്ളവരാണ് എന്നുള്ള ചിന്തയോടുകൂടി അല്ലാഹുവിലേക്ക് ആ സമാധാനപൂർവമായ മറുപടി നൽകുന്നവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് ആശ്വാസത്തോടുകൂടി മനസ്സറിഞ്ഞ്, വിഷമമുണ്ടെങ്കിലും അത് പ്രകടിപ്പിക്കാതെ അല്ലാഹുവിനോട് മാത്രം പ്രകടിപ്പിച്ചുകൊണ്ട് അതിന്റെ പേരിൽ പൊറുതികേട് കാണിക്കാതെ ആശ്വാസമുള്ള മനസ്സുമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അങ്ങനെ പ്രാർത്ഥിക്കുന്ന വിഭാഗം ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം, അവരുടെ റബ്ബിൽ നിന്നുള്ള ഒരുപാട് സ്വലാത്തുകൾ, ഒരുപാട് ഗുണങ്ങൾ അവർക്ക് ലഭിക്കാനുണ്ട്. മാത്രമല്ല വറഹ്മ, അല്ലാഹുവിന്റെ വലിയ കാരുണ്യവും അവർക്ക് കിട്ടുന്നതാണ്. ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവർ തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നേർവഴിയിലേക്ക് കൊണ്ടുവന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ ഹിദായത്ത് ലഭിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പോ വിപത്തുക്കൾ അല്ലാഹു തആല നൽകുന്നത് ഒരിക്കലും അവൻ
അവ ഇബാദികളോട്, അടിമകളോട് ദേഷ്യപ്പെട്ടതിന്റെ പേരിലല്ല. ഫഇദാ വഖഅത് ഇൻഖസമന്നാസു ഖിസ്മൈനി, ഒരു പരീക്ഷണമുണ്ടാകുമ്പോൾ ജനങ്ങൾ രണ്ടു വിഭാഗമായി തിരിയും. ഒന്നാമത്തെ വിഭാഗം പൊറുതികേട് കാണിക്കുന്നവരും രണ്ടാമത്തെ വിഭാഗം അതിൽ ക്ഷമിക്കുന്നവരുമാണ്. പൊറുതികേട് കാണിച്ചാൽ അവരെല്ലാം നഷ്ടമാണ്. കാരണം അവന് രണ്ട് മുസീബത്താണ്ടായത്. ഒരാളുടെ മകൻ മരിച്ചപ്പോ അവൻ അതിന്റെ പേരിൽ പൊറുതികേട് കാണിക്കുകയാണെങ്കിൽ, ഒരാളുടെ ഭാര്യ മരിച്ചപ്പോ അതിന്റെ പേരിൽ പൊറുതികേട് കാണിക്കുകയാണെങ്കിൽ, ഒരാളുടെ ഭർത്താവ് മരിച്ചപ്പോ ആ സ്ത്രീ അതിന്റെ പേരിൽ ക്ഷമിക്കാതെ പൊറുതികേട് കാണിക്കുകയാണെങ്കിൽ, മാറത്തടിച്ചുകൊണ്ട് നിലവിളിച്ച് അലമുറയിട്ട് കരയുകയാണെങ്കിൽ, ക്ഷമിക്കാതെ അസഹ്യത പ്രകടിപ്പിക്കുകയാണെങ്കിൽ, അവിടെ സത്യത്തിൽ രണ്ട് നഷ്ടമാണ് വരാനുള്ളത്. ഒന്ന്, പോയതേതായാലും പോയി, നഷ്ടപ്പെട്ടതേതായാലും നഷ്ടപ്പെട്ടു. ഇനി അതിന്റെ പേരിൽ പൊറുതികേട് കാണിച്ചാൽ അള്ളാഹു നൽകാനിരുന്ന വലിയ കൂലിയും നഷ്ടമായി. അതോടൊപ്പം ആ പൊറുതികേടിനുള്ള ശിക്ഷയും അവർ ഏറ്റുവാങ്ങേണ്ടി വരും. ഇങ്ങനെ ദുന്യാവിൽ നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു, ആഖിറത്തിൽ ലഭിക്കാനുള്ള വലിയ പ്രതിഫലം അതും നഷ്ടപ്പെട്ടു. അതിനോടൊപ്പം അതിന്റെ പേരിലുള്ള ശിക്ഷയും ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള വളരെ അധോഗതിയായിരിക്കും അവർക്കുണ്ടാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളിൽ ജസഅ് കാണിക്കുന്നതിനെ തൊട്ട് നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പൊറുതികേട് കാണിക്കുന്നതിനെ തൊട്ട്, അക്ഷമ കാണിക്കുന്നതിനെ തൊട്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. എന്നാൽ ക്ഷമാശീലരാണെങ്കിലോ അവർക്ക് നഷ്ടപ്പെട്ടു. അവരുടെ മകൻ മരിച്ചപ്പോ, ഭർത്താവ് മരിച്ചപ്പോ, ഉമ്മയോ ഉപ്പയോ മരിച്ചപ്പോ, അവർക്ക് വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചപ്പോ, കച്ചവടത്തിൽ നഷ്ടം പറ്റിയപ്പോ, കൃഷിയൊക്കെ പ്രകൃതി ദുരന്തമുണ്ടായി നശിച്ചുപോയപ്പോ അവര് അതിന്റെ പേരിൽ ക്ഷമിച്ചു. ക്ഷമിച്ചാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവര് പറയുന്നത് ഇന്നാലില്ല, ഇതൊക്കെ അല്ലാഹു തആലാന്റേതാണ്, ഞങ്ങളതല്ല. അല്ലാഹു തആല ഞങ്ങൾക്കതിൽ ക്രയവിക്രയം ചെയ്യാൻ വേണ്ടി ഞങ്ങളെ തൽക്കാലം ഏർപ്പാടാക്കിയതായിരുന്നു. അത് അല്ലാഹു തആല തിരിച്ചെടുത്തു. അതിൽ ഞങ്ങൾക്ക് ഖേദിക്കാനൊന്നുമില്ല എന്നുള്ള ഒരു മനസ്സ് ഒരു മനുഷ്യനുണ്ടായാൽ ഒരു ദുന്യാവിൽ വിഷമമുണ്ടാകില്ല. മാത്രമല്ല ആഖിറത്തിൽ അതിന്റെ പേരിൽ ഉലൈക അലൈഹിം സ്വലവാത്തുൻ, അവർക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. മാത്രമല്ല വറഹ്മ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യമുണ്ട്. മാത്രമല്ല ഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് മാർഗദർശനം ലഭിച്ചവർ, അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് സർട്ടിഫൈ നൽകുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ക്ഷമിക്കുന്നവർക്ക് മാത്രമാണ് ഇഹലോകത്തും പരലോകത്തും വിജയം. പരലോകത്ത് ക്ഷമയുടെ പ്രതിഫലത്തെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് വസ്സബ്റു സവാബുഹു അൽ ജന്ന എന്നാണ്. ക്ഷമ അതിന്റെ പ്രതിഫലം സ്വർഗമാകുന്നു. ക്ഷമയുടെ പ്രതിഫലം സ്വർഗമാകുന്നു. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇബാദത്തുകൾക്കും കൃത്യമായി പ്രതിഫലം പറഞ്ഞിട്ടുണ്ട്. അൽ ഹസനതു ബിഅശ്രി അംസാലിഹ, ഒരു നന്മ ചെയ്താൽ അതിന് 10 ഇരട്ടി. റമളാനിലാണെങ്കിൽ ഒരു സുന്നത്തിന് ഫർളിന്റെ കൂലി, ഒരു ഫർളിന് 70 ഫർളിന്റെ കൂലി. ഒരു ദീനാർ സദഖ ചെയ്താൽ അതിന് 700 ഇരട്ടി കൂലി. മസലുല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹി കമസലി ഹബ്ബത്തിൻ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅത്തു ഹബ്ബ. ഒരു ധാന്യമണി കുഴിച്ചിട്ടിട്ട് അതിൽ 7 കതിർക്കുലകൾ ഉണ്ടാവുകയും ഓരോ കതിർക്കുലകളിലും 100 വീതം ധാന്യങ്ങൾ കിളിർക്കുകയും ചെയ്തു. അഥവാ 700 ധാന്യമണി, ഒരു ധാന്യമണി കുഴിച്ചിട്ടപ്പോ, ഒരു വിത്ത് കുഴിച്ചിട്ടപ്പോ അവന് 700 ധാന്യമണികൾ ലഭിച്ചതുപോലെ ഒരു ദീനാറ് കൊടുത്താൽ 700 ദീനാറ് പ്രതിഫലമുണ്ടാകും. ഇതൊന്നും റമളാനിലല്ല, അല്ലാത്ത കാലത്താണ്. റമളാനിൽ ആ റമളാനിന്റെ പ്രത്യേകത അനുസരിച്ചുള്ള കൂലിയൊക്കെ വർദ്ധിച്ചു കിട്ടും. എന്നാൽ ഇതിനൊക്കെ ഒരു കണക്കുണ്ട്. എന്നാൽ ക്ഷമയുടെ കൂലി അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് എങ്ങനെയാ? അല്ലാഹു തആല പറഞ്ഞു സൂറത്തു സുമറിൽ, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. ക്ഷമിക്കുന്നവർക്ക് അവരുടെ പ്രതിഫലം അല്ലാഹു തആല കണക്കില്ലാതെ കൊടുക്കും. ഒന്നിന് 10 എന്നല്ല, സുന്നത്തിന് ഫർളിന്റെ കൂലി എന്നല്ല, ഒന്നിന് 700 എന്നല്ല. ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും, അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ഷമിക്കുന്നവരുടെ പ്രതിഫലത്തെ പൂർത്തിയാക്കി കൊടുക്കുന്നതാണ്. ബിഗൈരി ഹിസാബ്, യാതൊരു കണക്കുമില്ലാതെ. അതിന് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ
വിശദീകരിക്കുന്നത് ലൈസ യൂസനു ലഹും വലാ യുക്കാലു, അവർക്കുള്ള പ്രതിഫലം തൂക്കിക്കൊടുക്കൂല, അളന്നും കൊടുക്കൂല. പിന്നെ ഇന്നമാ യുഗ്റഫു ലഹും ഗുറഫ, അവർക്കിങ്ങനെ അല്ലാഹു തആല വാരിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക, അവർക്കിങ്ങനെ കോരിയിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അതിനൊരിക്കലും അളക്കൂല, അതിനൊരിക്കലും തൂക്കി നോക്കൂല, അതിനൊരിക്കലും എണ്ണിത്തിട്ടപ്പെടുത്തൂല്ല. അതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് ചെരിഞ്ഞു കൊടുക്കുകയായിരിക്കുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ക്ഷമയുടെ പ്രതിഫലത്തെ നമുക്ക് വിശദീകരിച്ചു തരുന്നു. അത് ആഖിറത്തിലാണെങ്കിൽ, ദുന്യാവിലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മഹദിയായ ഉമ്മു സലമ ബീബി റളിയല്ലാഹു അൻഹയെ തൊട്ട് ഉദ്ധരിക്കുന്നു. അന്നഹ ഖാലത്ത്, അവിടുന്ന് പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു, മാ മിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബത്തുൻ ഫയഖൂലു മാ അമറഹുല്ലാഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ. ദുനിയാവിൽ ഒരു മുസ്ലിമിന് എന്തെങ്കിലും ഒരു പരീക്ഷണം ഉണ്ടായാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതെങ്കിലും തരത്തിലൊരു പരീക്ഷണം അവന് നൽകിയാൽ, അല്ലാഹു അവന്റെ പരിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പ്രാർത്ഥിച്ചതിനു ശേഷം അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് അവൻ ദുആ ചെയ്താൽ, അഥവാ അല്ലാഹുവേ, എനിക്ക് നീ നൽകിയ ഈ മുസീബത്തിൽ ക്ഷമിച്ചതിന്റെ പ്രതിഫലം എനിക്ക് നൽകണമേ, ഇതിനേക്കാൾ എന്നിൽ നിന്ന് നീ തിരിച്ചെടുത്തതിനേക്കാൾ, എനിക്ക് നീ നഷ്ടപ്പെടുത്തിയതിനേക്കാൾ, എനിക്ക് നീ നാശം വരുത്തിയതിനേക്കാൾ ഗുണകരമായത് എനിക്ക് പകരം നൽകുകയും ചെയ്യണമേ എന്നാണ് ദുആന്റെ അർത്ഥം. അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ. അങ്ങനെ ദുആ ചെയ്താൽ ഇല്ലാ അഖ്ലഫല്ലാഹു ലഹു ഖൈറൻ മിൻഹാ, അവന് കൊടുത്തതിനേക്കാൾ ഖൈറായതിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പകരം നൽകാതിരിക്കില്ല. എന്താണോ അവന് നഷ്ടപ്പെട്ടത് അതിനേക്കാൾ ഖൈറായത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് പകരം നൽകുക തന്നെ ചെയ്യുമെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശദീകരിച്ചതായി നമുക്ക് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹാ പഠിപ്പിക്കുന്നു. അവർ തന്നെ പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അവരുടെ ഭർത്താവ് മഹാനായിരുന്ന അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായപ്പോ ഈ ദുആ അവർ നിർവഹിച്ചു എന്നാണ്. ഈ ദുആ മഹദിയായ ഉമ്മു സലമ ബീവി ചൊല്ലി. എന്താ ദുആ? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്ർനി ഫീ മുസീബതി വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ എന്ന് മഹദിയായ ഉമ്മു സലമ ബീവി ദുആ ചെയ്തു അവരുടെ ഭർത്താവ് അബൂ സലമ വഫാത്തായപ്പോ. എന്നിട്ട് അവർ പറയാണ്, എനിക്ക് അബൂ സലമ എന്നുള്ള എന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭർത്താവാണ് നഷ്ടപ്പെട്ടത്. അദ്ദേഹത്തെ പോലെ ഉന്നതനായ ഒരു സഹാബിയെ എന്റെ ജീവിതത്തിൽ എനിക്ക് അടുത്തറിയാൻ സാധിച്ചിട്ടില്ല. അത്രയും മഹാനായിരുന്നു എന്റെ ഭർത്താവ് അബൂ സലമ. ആ അബൂ സലമയെ എനിക്ക് നഷ്ടപ്പെട്ടപ്പോ അള്ളാന്റെ പ്രവാചകർ പഠിപ്പിച്ച ഈ ദുആ ഞാൻ ചൊല്ലിയപ്പോ എനിക്ക് പകരം കിട്ടിയത് എന്താണെന്നോ മഹദിയായ ഉമ്മു സലമ ബീവി പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് എന്നെ വിവാഹം അന്വേഷിച്ചു. അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ എനിക്ക് ഭർത്താവായി വരിക എന്നുള്ള മഹത്തായ ഇതിലേറെ വലിയൊരു അനുഗ്രഹം ഇനി ദുന്യാവിൽ ഏതൊരു പെണ്ണിനാണ് കിട്ടാനുള്ളത്? എന്റെ ഭർത്താവായിരുന്ന അബൂ സലമ, അദ്ദേഹം മഹാനായിരുന്നു. അദ്ദേഹം അള്ളാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള സഹാബിയായിരുന്നു. ജീവിതത്തിൽ നന്മ മാത്രം പ്രവർത്തിച്ചു മരിച്ചുപോയവരാണ്. എനിക്കൊരുപാട് സ്നേഹം തന്നവരാണ്. പക്ഷേ അവരെക്കാളൊക്കെ മഹാനാണല്ലോ അള്ളാഹുവിന്റെ പ്രവാചകർ. ആ പ്രവാചകർ എന്നെ വിവാഹം അന്വേഷിച്ചു എന്ന ഏറ്റവും വലിയ അനുഗ്രഹം എനിക്ക് കിട്ടിയെന്ന് മഹദിയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് അവരുടെ അനുഭവത്തിൽ നിന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നീട്ടുന്നില്ല, സമയം ഒരുപാട് വൈകിയിട്ടുണ്ട്, തുടങ്ങാൻ വൈകിയതാണ്, സമയം ഞാൻ കൂടുതൽ എടുത്തതല്ല. അതുകൊണ്ട് ആളുകൾക്കൊക്കെ ഉറങ്ങാനുണ്ടാകും, എനിക്കും ഉറങ്ങണം. അതുകൊണ്ട് തൽക്കാലം ഞാൻ വിരമിക്കുന്നു. ഈ വിഷയം തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. മറ്റു വല്ലപ്പോഴുമൊക്കെ ഇൻഷാ അല്ലാഹ് അത് പൂർത്തീകരിക്കാൻ അല്ലാഹു തആല തൗഫീക്ക് നൽകുമാറാകട്ടെ. ചുരുക്കി പറഞ്ഞാൽ ക്ഷമയുടെ പ്രതിഫലം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല പരമമായി അവന്റെ സ്വർഗ്ഗലോകത്ത് എല്ലാ തരത്തിലുള്ള അനുഗ്രഹങ്ങളും നൽകുന്നു എന്നുള്ളതാണ്. വസ്സബ്റു സവാബുഹു അൽ ജന്ന. സ്വർഗം മാത്രം നൽകുമെന്നല്ല, അല്ലാഹു തആല സ്വർഗത്തിൽ കണക്കറ്റ അനുഗ്രഹങ്ങൾ നൽകുമെന്നാണ്. അപ്പോൾ സ്വർഗം കിട്ടണമെങ്കിൽ ക്ഷമിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ക്ഷമയില്ലാത്തവർക്കൊരിക്കലും സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കില്ല.
ക്ഷമയില്ലാത്തവർക്കൊരിക്കലും സ്വർഗത്തിലേക്ക് എത്താൻ സാധിക്കില്ല. കാരണം ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന 2-3 തരത്തിലുള്ള പരീക്ഷണങ്ങൾ, അതൊക്കെ അടിമകളെ പിടികൂടും. ആ പരീക്ഷണത്തിൽ പൊറുതികേട് കാണിച്ചാൽ, ക്ഷമ കാണിച്ചില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ കോപത്തിന് വിധേയനാകേണ്ടി വരും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. എന്നാൽ അവിടെയൊക്കെ ക്ഷമിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലും ആഖിറത്തിലും അവനതിന് മഹത്തായ പ്രതിഫലം നൽകുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമാശീലരിൽ പെടാൻ നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി നേടാനും അവന്റെ ഉന്നതമായ സ്വർഗം കരസ്ഥമാക്കാനുമൊക്കെ അള്ളാഹു സൗഭാഗ്യം നൽകുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.